ഭയാനകമായിട്ടുള്ള ഈ ഒരു കാര്യം ആരും തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെഴുതി പോലും പ്രതിഷേധിച്ചു കണ്ടില്ല. അവർക്കതൊന്നും വിഷയമല്ല. അത്തരമൊരു കാര്യം പറഞ്ഞ ആ കുടുംബം അല്ലെങ്കിൽ ആ ആളുകൾ എന്തായാലും വളരെ നമിക്കേണ്ട ആളുകൾ തന്നെയാണ്. ഇത് എത്രമാത്രം ഭീകരമാണ്. ഈ നാടിനെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമല്ലേ ഇത്? ഈ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമല്ലേ ഇത്? ഇസ്ലാമിക വർഗീയവാദത്തിന്റെ ഏറ്റവും പുതിയ ഞെട്ടിപ്പിക്കുന്ന അനുഭവമാണ് കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നത്. കോഴിക്കോട്ടെ പേരാമ്പ്രയ്ക്കും പയ്യോളിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രീൻ ഓക്ക് ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലെ ജോലിക്കാർക്ക് തട്ടം നിർബന്ധമാക്കിയിരിക്കുകയാണ് അവിടുത്തെ ഉടമ. അവിടെ ഹിന്ദു സ്ത്രീകളോ മറ്റേതെങ്കിലും വിഭാഗത്തിലുള്ള സ്ത്രീകളോ ജോലിക്ക് വരികയാണെങ്കിൽ ആ സ്ത്രീകൾ അവർ തല മറയ്ക്കുകയും അവരുടെ സിന്ദൂരം മായ്ച്ചു കളയണമെന്നുമാണ് ഈ ഉടമ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗ്രീൻ ഓക്ക് ഓഡിറ്റോറിയത്തിന്റെ ഉടമയായിട്ടുള്ള ഷെരീഫ് കുമോളി എന്ന് പറയുന്ന ആളാണ് ഈ തരത്തിൽ ജോലിക്ക് വേണ്ടി ആളുകളെ പ്രേരിപ്പിച്ചത് എന്നാണ് ഏറ്റവും പുതിയ വിവരം. നമുക്കറിയാം, അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയാണ് ഓരോ ആളുകളും ജോലിക്ക് പോകുന്നത്. ഓരോ പ്രയാസമുണ്ട്. അവിടെ അടുത്തുള്ള സ്ത്രീകൾ തന്നെയാണ് അവിടെ ജോലിക്ക് പോകുന്നത്. ആ തരത്തിൽ അവിടെ ജോലിക്ക് പോകുന്ന സ്ത്രീകളോട് നിങ്ങൾ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറയുന്ന ഒരു അവരുടെ ആജ്ഞ നടപ്പിലാക്കുകയും അത് അവിടെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കൃത്യമായ പ്ലാനിങ്ങൾ ഉണ്ടാക്കുകയും ഇയാൾ ചെയ്തിരുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? വടക്കോട്ട് നോക്കിയിരുന്നു കൊണ്ട് അവിടെ കാക്കയോ ഈച്ചയോ ചത്താൽ പോലും ഇവിടെ ഉപവാസ സമരം നടത്തുന്ന ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളൊന്നും തന്നെ മൗനവ്രതത്തിലാണ്. ഇവരുടെ വായിലൊക്കെ പഴം പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഒന്നുമേ മിണ്ടുന്നില്ല. കാരണം അങ്ങനെ മിണ്ടിയാൽ കേരളത്തിലെ മതേതരത്വം തകർന്നു പോയാലോ? കേരളത്തിൽ സംഖ്യ വളരും അത്രേ. അതുകൊണ്ട് എന്ത് തോന്നിവാസം കണ്ടാലും ഞങ്ങൾ ഒന്നും പറയില്ല എന്ന നിലപാടാണ് ഇവർക്ക്. സത്യത്തിൽ എത്ര ഭയാനകമായ ഒരു കാര്യമാണ് കേരളത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. കേരളം കേരളമെന്ന് ഇടയ്ക്കിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന, മതേതരത്വത്തിന്റെ നാടാണ് എന്ന് ഇടയ്ക്കിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവിടെ പല ആളുകളും പറഞ്ഞതാണ് ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക വർഗീയവാദവും ഇവിടെ പടരുന്നുണ്ട് എന്നത്. അത് ഏതെങ്കിലും തരത്തിൽ നല്ല ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന എത്രയോ നല്ലവരായ മനുഷ്യരുണ്ട്, അവരെ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഇസ്ലാമിനെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഇസ്ലാമിക തീവ്രവാദികളെ സുഡാപ്പികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഈ സുഡാപ്പികൾ മനുഷ്യന്റെ മനസ്സിലേക്ക് എത്രമാത്രം വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് കുത്തിവെക്കുന്നത് എന്ന് ഇനിയെങ്കിലും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇരിങ്ങത്ത് എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് KLPG ഉൾപ്പെടെയുള്ള ആളുകൾ പയ്യോളിക്കടത്ത് അവിടെ വലിയൊരു സ്ഥാപനമൊക്കെ ഉണ്ടാക്കി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ വലിയ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ അതിന്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും ഉയർത്തി നിൽക്കുന്ന സ്ഥാപനമൊക്കെ അവിടെ ഉണ്ട്. അവിടെ മഹാത്മാഗാന്ധി സന്ദർശിച്ചിരുന്നു. അവിടെ മഹാത്മാഗാന്ധി സന്ദർശിച്ച സമയത്താണ് കൗമുദി ടീച്ചർ മഹാത്മാഗാന്ധിയെ കാണാൻ പോയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിനടുത്ത് നിന്ന് എല്ലാ മനുഷ്യരും ഒരേപോലെ, അതായത് അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് CPM-നും വളരെ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വളരെയധികം വേരോട്ടമുള്ള നാടാണ് ഈ ഇരിങ്ങത്ത് എന്നൊക്കെ പറയുന്ന സ്ഥലം. എപ്പയൂർ, ഇരിങ്ങത്ത് പറയുന്ന സ്ഥലങ്ങളൊക്കെ എൻ്റെ നാടിന്റെ ഏറ്റവും തൊട്ടടുത്ത് ആ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള എനിക്ക് വളരെ കൃത്യമായി അവിടെ അറിയാം. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു വലിയ പ്രശ്നം നടന്നിട്ട് ഒരു തരത്തിലും അത് ചർച്ച ചെയ്യാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനോ മുസ്ലിം ലീഗോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ ആരും തന്നെ ഒന്നും മിണ്ടുന്നില്ല. ഇതെങ്ങാൻ നേരെ തിരിച്ചാണ് സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? ഇതേ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്കടുത്ത് കുറ്റ്യാടിയിലെ ഒരു സ്കൂളിൽ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം അവിടുത്തെ മാനേജ്മെന്റ് ക്ലാസ്സുകൾ പോലും തുടങ്ങാതിരിക്കെ അവിടെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് രാത്രി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ ഒരു ഗണപതി ഹോമം നടത്തിയപ്പോ അതിനെതിരെ സമരം നടത്തിയ, അതിനെതിരെ മാർച്ച് നടത്തിയ ആളുകളാണ് ഇവിടെ ഉള്ളത്. ആ ആളുകളൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല. അന്ന് ഇതിനെതിരെ ഘോരഘോരം ശബ്ദമുയർത്തിയ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. അവർക്കൊന്നും തന്നെ ഇന്ന് നാവില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ഗ്രീൻ ഓക്ക് ഓഡിറ്റോറിയം എന്ന് പറയുന്നത് കല്യാണ വീടുകളിലൊക്കെ പലതരത്തിലുള്ള ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണങ്ങൾ നടക്കാറുണ്ട്. അവിടെ ഫുഡുകൾ അവർ സെർവ് ചെയ്യാറുണ്ട്. എല്ലാ തരത്തിലും കല്യാണ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുക്കി കൊടുക്കുന്ന ആളുകളോട് അവിടെ ജോലി ചെയ്യുന്ന ഏകദേശം 10-11 സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളോടാണ് ഇതിന്റെ ഉടമ ഷെരീഫ് കുമോളി എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ സിന്ദൂരം മായ്ക്കണം, നിങ്ങൾ തട്ടമിടണം. അതായത് തട്ടമിടണമെന്ന് ഉദ്ദേശിക്കുന്നത് ശിരോവസ്ത്രം ധരിക്കണം.
അതിന് ന്യായമായി ഇപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്നത് അവിടെയുള്ള ഓരോ സ്ത്രീകളും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ തരത്തിൽ ശിരോവസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്നും ആ സ്ഥാപനത്തിനുള്ളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതുമാണ്. എന്തൊരു കഷ്ടമാണിത്. അതായത് അവനവന്റെ മതത്തിലെ കാര്യമല്ലാതിരുന്നിട്ട് കൂടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടി അവിടെ ജോലി ചെയ്യുന്ന സഹോദരിമാരെ അവരുടെ തലയിൽ ശിരോവസ്ത്രം അണിയിച്ചുകൊണ്ട് ജോലി ചെയ്യിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം ഭീകരമാണ്. ഈ നാടിനെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമല്ലേ ഇത്? ഈ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമല്ലേ ഇത്? നീതിന്യായ കോടതികൾ കണ്ണു തുറന്ന് കാണേണ്ട കാര്യം തന്നെയാണിത്. മാത്രവുമല്ല അയാൾ പറയുന്നു സദാസമയവും, അതായത് 24 മണിക്കൂറും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, 24 മണിക്കൂർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നോർമലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവിടെ ശിരോവസ്ത്രം അവർ അണിയാറുണ്ട്. അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. മാത്രമല്ല ഇപ്പോൾ ഈ തരത്തിൽ സിന്ദൂരം മായ്ച്ചു കളയാൻ പറഞ്ഞതും ഈ തട്ടം അല്ലെങ്കിൽ ഈ ശിരോവസ്ത്രം അണിയാൻ പറഞ്ഞതും, തട്ടം എന്ന് പറയുന്നത് കറുത്ത തുണി കൊണ്ട് മൂടണം എന്നല്ല ഉദ്ദേശിച്ചത്, ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രം കൊണ്ട് തലമറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത് അവിടെ കല്യാണം നടത്താൻ വേണ്ടി വന്ന പാർട്ടിയുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തു കൊടുത്തത് എന്നാണ് പറയുന്നത്. ആലോചിച്ചു നോക്കൂ. അതായത് സ്വന്തം മകന്റെയോ മകളുടെയോ കല്യാണത്തിന് അന്യമതസ്ഥർ വരുമ്പോൾ അവർ അവിടെ ജോലിക്കാരാണെങ്കിൽ അവരെല്ലാവരും തലമറച്ചുകൊണ്ടാവണം തങ്ങളുടെ മകന്റെ കല്യാണത്തിന് ഭക്ഷണം വിളമ്പേണ്ടത് എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് വിഷലിപ്തമായൊരു സമൂഹത്തെ വാർത്തെടുത്തത് ആരാണ്? അത്തരമൊരു കാര്യം പറഞ്ഞ ആ കുടുംബം അല്ലെങ്കിൽ ആ ആളുകൾ എന്തായാലും വളരെ നമിക്കേണ്ട ആളുകൾ തന്നെയാണ്. വർഗീയതയുടെ അങ്ങേ അറ്റമാണവർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ തരത്തിൽ ഉണ്ടായിട്ടും കേരളത്തിലെ ഡിവൈഎഫ്ഐയും കേരളത്തിലെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒരക്ഷരം ശബ്ദിക്കാത്തത് എന്താണ്? ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ഫെസ്റ്റുകൾ നടന്നേനെ? ഈ കണക്കിനാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതൊരു ഹിന്ദുവിന്റെ സ്ഥാപനമായിരുന്നെങ്കിൽ അവിടെ ഇപ്പോൾ പോയിട്ട് ഈ കാവി വസ്ത്രം തലയിൽ അണിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മൂടി പൊതച്ചുകൊണ്ടോ ഡിവൈഎഫ്ഐയുടെ സമരം നടന്നിട്ടുണ്ടാകുമായിരുന്നു, AIF-ന്റെ സമരം നടന്നിട്ടുണ്ടാകുമായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും SDPയുടെയും സമരം നടന്നിട്ടുണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഒരാൾക്കും ഒന്നും ശബ്ദിക്കാനില്ല. മതേതരത്വത്തിന്റെ വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന വളരെ വലിയ ആളുകളുണ്ട്. അങ്ങ് UP-യിൽ സമരം നടക്കുമ്പോൾ, നീറ്റ് സമരം നടക്കുമ്പോൾ വർഗീയവാദത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്ന ആളുകളുണ്ട്. അവരൊന്നും തന്നെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് പോലും ഇടാതെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. അവർക്ക് ഈ തരത്തിലുള്ള കാര്യങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് പോലും ഉണ്ടാകാനുള്ള ഭയമാണ്. പലതരത്തിലുള്ള മതേതരത്വ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെയൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇന്ന് ഞാൻ പരിശോധിച്ച് നോക്കി. ആ വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ ഒന്നും തന്നെ ഇരിങ്ങത്തെ ഈ ഭയാനകമായിട്ടുള്ള ഈ ഒരു കാര്യം ആരും തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെഴുതി പോലും പ്രതിഷേധിച്ചു കണ്ടില്ല. അവർക്കതൊന്നും വിഷയമല്ല. ഇവിടെ ആരിഫ് ഹുസൈൻ തെരുവത്ത് പറഞ്ഞതുപോലെ ഇവിടെ എളുപ്പത്തിൽ പുരോഗമനവാദിയാകാൻ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. അതായത് ഹിന്ദുവിനെതിരെ എന്തെങ്കിലും ഒന്ന് ശബ്ദിച്ചാൽ മതി, ഹിന്ദു ആചാരങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, കാവ്യ വസ്ത്രമിട്ട സന്യാസിമാരെ 2 തെറി പറഞ്ഞാൽ മതി. അല്ലാതെ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ തരത്തിൽ വർഗീയത പറയുന്ന, വർഗീയത കാണിക്കുന്ന, തൊഴിലിൽ പോലും മതം കലർത്തുന്ന ആളുകൾക്കെതിരെ ശബ്ദിക്കാൻ ഇവിടെ നട്ടല്ലില്ല ഒരാൾക്കും. ഒരു സിനിമാ താരവും ഇതിനെതിരെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടില്ല. ഒരാളും ഇതിനെതിരെ ശബ്ദിക്കില്ല. ഒരു മാധ്യമവും ഇത് അന്തിച്ചർച്ച നടത്തില്ല. ഹാഷ്മിയുടെയും അരുൺകുമാറിന്റെയും വായ പൊട്ടുന്ന തരത്തിലുള്ള ഇൻട്രോ വീഡിയോകൾ ഇതിനുണ്ടാവുകയുമില്ല. ഈ തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവർ പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞതുപോലെ UP-യിലും മറ്റ് പല സ്ഥലങ്ങളിലും, അതായത് UP-യിലും മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള ആക്രമണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ട് ബംഗാളിൽ ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവിടെ അടികൊള്ളുന്നത് BJP-ക്കല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, അതൊരു രസമാണ് എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകരുള്ള നാടാണിത്. ഇനിയെങ്കിലും നിങ്ങൾ ഏകപക്ഷീയമായി കൊണ്ട് ഒരു ഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് ഞങ്ങൾ മതേതരത്വത്തിന്റെ കാവൽ മാലാഖമാരാണ് എന്ന് പറയുന്ന പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കാൻ വരരുത്. നിങ്ങളുടെ എല്ലാം ഇരട്ടത്താപ്പാണ്. ഇരട്ടത്താപ്പിന്റെ വക്താക്കൾ മാത്രമാണ് നിങ്ങൾ. നിങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജികളും നിങ്ങളുടെ പൊളിറ്റിക്കൽ നിലപാടുകളും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ അപ്പക്കഷ്ണങ്ങൾ ഊറ്റിയെടുത്ത് തിന്നുന്ന ആളുകൾ മാത്രമാണ് ഇവിടത്തെ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികളെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത്രയും പ്രതിഷേധമുണ്ടായിട്ടും ഈ നേരം വരെ ആരും തന്നെ ശബ്ദിച്ചിട്ടില്ല. ഇനി ആരെങ്കിലുമൊക്കെ ശബ്ദിക്കുമായിരിക്കും ഇനിയും ഈ പ്രതിഷേധം കനക്കുമ്പോൾ. പക്ഷേ അങ്ങനെ ശബ്ദിച്ചാലും അവർക്കൊന്നും ഒരു പുല്ലുവില പോലും കൊടുക്കേണ്ടതുമില്ല. കാരണം ഇത്രയധികം ഒന്നും പ്രശ്നമില്ലാതെ ഒരു സ്കൂളിൽ ഗണപതി ഹോമം ഒരു സ്വന്തം താല്പര്യപ്രകാരം അവിടുത്തെ മാനേജ്മെന്റ് നടത്തിയപ്പോൾ അതിനെതിരെ
രായ്ക്ക് രാമാനം തന്നെ പ്രതിഷേധ പ്രകടനം നടത്തിയ ആളുകൾ ഇന്ന് ഈ നിമിഷം വരെ ഈ കാര്യങ്ങൾ അറിഞ്ഞ മട്ടില്ല. അവിടുത്തെ മുൻ പേരാമ്പ്രയിലെയും മറ്റ് പരിസര പ്രദേശങ്ങളിലെയും ജനപ്രതിനിധികളും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഒന്നും തന്നെ ഇത് അറിഞ്ഞ മട്ടില്ല. എന്തായാലും ഏകപക്ഷീയമായിട്ടുള്ള വൺ സൈഡ് മതേതരത്വം പൂത്തുലയട്ടെ. പക്ഷേ ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ നിയമ നടപടി എടുത്തില്ലെങ്കിൽ ഇനി വരും തലമുറ വലിയ രീതിയിൽ അനുഭവിക്കേണ്ടി വരും.